പ്രിയ സുജനങ്ങളെ, സാദര നമസ്കാരം. ആചാര്യ ചാണക്യൻ നിശബ്ദത പാലിക്കേണ്ട 10 സന്ദർഭങ്ങളെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നു. അതിൽ 8 വിഷയങ്ങൾ നാം ചർച്ച ചെയ്തു. 9-10 വിഷയങ്ങൾ. പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിൽ നാം നിശബ്ദത പാലിക്കണം. 10ാമത്തേത്, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നാം നിശബ്ദത പാലിക്കണം. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലതരം പ്രതിസന്ധികളുണ്ട്. പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യത്തെ നമ്മൾ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. കാരണം മനുഷ്യന് സാമാന്യ ബോധത്തിൽ ചിന്തകളെല്ലാം തെളിഞ്ഞു വരും. എന്നാൽ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ചിന്തകൾ തെളിയില്ല. അതായത് നാളെ രാവിലെ ഞാൻ അറിയാതെ ഒരു പാമ്പിനെ ചവിട്ടിപ്പോകും എന്ന് സങ്കല്പിച്ചാൽ നമുക്ക് ചിരി വരും. മറിച്ച് നമ്മളോട് ഒരു രാജവമ്പാലയെ, കിങ് കോബ്രയെ ചവിട്ടിപ്പോയാലോ? ആ സമയത്ത് നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെയാണ് നാം ചിന്തിക്കുന്നത്, അപ്പോൾ നമ്മുടെ മാനസിക ഭാവം, ശാരീരിക ഭാവം എങ്ങനെയാണ്? ഇതുപോലെയാണ് പ്രതിസന്ധികൾ. നമ്മുടെ മുന്നിൽ, കൺമുന്നിൽ ഒരു പ്രതിസന്ധി വരുന്നു. ഒരു പേപ്പട്ടി നമ്മളെ കടിക്കാൻ വേണ്ടി ഓടി വരുന്നു. ഇത് ചിന്തിക്കുമ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷെ കടിക്കാൻ വരുന്ന പേപ്പട്ടി 100 മീറ്റർ, 50 മീറ്റർ, 20 മീറ്റർ, 10 മീറ്റർ അടുത്തെത്തി. നമ്മൾ എങ്ങനെയാണ് ആ പ്രതിസന്ധിയെ തരണം ചെയ്യുക? പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ കൃത്യമായ മനോവിചാരം ആവശ്യമുണ്ട്. മനോവിചാരത്തിൻ്റെ ഭാഷ നിശബ്ദതയാണ് എന്നുകൂടി ഓർക്കണം. അതായത് അപകടങ്ങൾ വരുമ്പോഴും, ഇപ്പോൾ പ്രതിസന്ധി വരുമ്പോൾ നമ്മളൊരു പേപ്പട്ടി കടിക്കാൻ വരുന്നു, അപ്പോൾ അലറി വിളിക്കണം എന്ന് പറയുന്നത് നിശബ്ദതയാണോ? ഒരിക്കലുമല്ല. പക്ഷെ അലറി വിളിക്കണം എന്ന് തോന്നുന്നുവെങ്കിൽ അങ്ങനെ തോന്നിപ്പിക്കുവാൻ മനസ്സ് ശക്തമാവണം. ഇപ്പം നമ്മളെ പേടിപ്പെടുന്ന ഒരു വിഷയം കാണുമ്പോൾ മനസ്സ് കെട്ടുപോകുന്നു. അപ്പം നമുക്ക് നടക്കാനോ ഓടാനോ പറ്റാത്ത സാഹചര്യമാണ് സംജാതമാകുന്നത് എന്ന് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ ഉദ്ദേശിക്കുന്ന പ്രതിസന്ധി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധികൾ. അത് കുടുംബത്തിലെ പ്രശ്നങ്ങളാവാം, വ്യക്തിയുടെ പ്രശ്നങ്ങളോ, രോഗങ്ങളോ, അപകടങ്ങളോ ഒക്കെ ആവാം. ഈ പ്രതിസന്ധിയിൽ നിന്നും എനിക്ക് കരകയറണം, എനിക്ക് നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണം. ഈ പ്രതിസന്ധി അതിജീവിച്ചില്ലെങ്കിൽ ഞാനും എൻ്റെ കുടുംബവും അല്ലെങ്കിൽ എൻ്റെ സമാജവും മുന്നോട്ട് പോവില്ല. ഇങ്ങനെ ചിന്തിക്കുവാൻ നമുക്ക് നിശബ്ദത ആവശ്യമുണ്ട്. ശ്രദ്ധാപൂർവം നിശബ്ദതയോടുകൂടി കാര്യങ്ങളെ അപഗ്രഥിച്ച് പഠിച്ച് ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ നമ്മൾ അവിടെ കാം ആൻഡ് ക്വയറ്റായിട്ട് നിലനിൽക്കണമെന്ന് ആചാര്യൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രതിസന്ധി ഘട്ടത്തിൽ നിശബ്ദത പാലിക്കുക. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നിശബ്ദത പാലിക്കുക. അതായത് ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നാം നിശബ്ദത പാലിക്കണം. ഒരാളുടെ വിഷമങ്ങൾ അവർ നമ്മളോട് പറയുമ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധാപൂർവം അത് കേൾക്കണം. നമ്മുടെ കൗൺസിലിംഗ് ക്ലാസ്സിൽ പറയാറുണ്ട്, നമ്മൾ ആരെയാണോ കേൾക്കുന്നത് അവരുടെ പുരികത്തിനിടയിൽ നോക്കിക്കൊണ്ട്, അതായത് കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ടോ കേൾക്കണം. ഇപ്പൊ സ്ത്രീകളോടാണ് സംസാരിക്കുന്നത്, പുരുഷനാണ് കേൾക്കുന്നത് എങ്കിൽ ആ നോട്ടം പോലും അങ്ങേയറ്റം മാന്യമായിരിക്കണം. മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നാം നിശബ്ദരായിരിക്കണം. വളരെ ശ്രദ്ധാപൂർവം മൊബൈലൊക്കെ മാറ്റിവെച്ച്. ചില ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കും. എന്തുകൊണ്ടാ? അവരിടക്കിടയ്ക്ക് മൊബൈൽ നോക്കിയിട്ട് പല സന്ദേശങ്ങൾക്ക് മറുപടി അയക്കുന്നു, പല കാര്യങ്ങൾ ചിന്തിക്കുന്നു. നമ്മളോട് പറഞ്ഞോളൂ എന്നൊക്കെ പറയും. അത്ര ആളുകളോട് സംസാരിക്കുവാനോ അവരുമായിട്ടൊരു ബന്ധം പുലർത്തുവാനോ അവരെ കാണുവാനോ നമ്മൾ പിന്നീട് ആഗ്രഹിക്കില്ല. അപ്പോൾ ഒരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും ഒരാളെ അയാളുടെ പ്രശ്നങ്ങൾ പറയുമ്പോഴും നാം നിശബ്ദത പാലിക്കണം. അതുകൊണ്ടാണ് നമ്മളൊരു വീട്ടിലൊക്കെ കയറി ചെല്ലുമ്പോൾ എപ്പോഴും നമ്മൾ ആലോചിക്കുക. എൻ്റെ വീട്ടിൽ എൻ്റെ ഒരു സുഹൃത്ത് കയറി വരികയായിരുന്നു, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. മൊബൈൽ സംസാരിച്ചുകൊണ്ടാണ് അയാൾ വന്നത്. അയാളെ കാണാനും അയാളോട് സംസാരിക്കുവാനും അച്ഛനും അമ്മയും കാത്തിരിക്കുന്നുണ്ട്. അന്ന് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ട്. ഒരു 10 വർഷം മുമ്പുള്ള ഒരു ചരിത്രമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം ഒരു മുതിർന്ന നേതാവാണ്. അപ്പൊ അദ്ദേഹത്തെ വളരെ ബഹുമാനപൂർവ്വം അദ്ദേഹത്തോട് 2 വാക്കുകൾ പറയുവാൻ അച്ഛനും അമ്മയും കൊതിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം മൊബൈൽ ഫോണിലെ സംസാരം നിർത്തുന്നില്ല. അദ്ദേഹം വരുന്നു, ഒന്ന് കൈ ഇങ്ങനെ ഉയർത്തി കാണിക്കുന്നു, മൊബൈലിലോട് സംസാരിച്ച് ഞങ്ങളുടെ റിസപ്ഷനിൽ അവിടെ വീട്ടിലെ കോലായിൽ ഇരിക്കുന്നു. അവിടുന്ന് ഇങ്ങനെ സംസാരം തുറന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാനും അദ്ദേഹത്തെ വിഷയാനും വേണ്ടിയിട്ട് അച്ഛനും അമ്മയും ഇങ്ങനെ കാത്തിരിക്കുന്നു. 5 മിനിറ്റ് കഴിഞ്ഞു, 10 മിനിറ്റ് കഴിഞ്ഞു, സംസാരം അവസാനിപ്പിക്കുന്നില്ല. എന്തോ സീരിയസ് വിഷയമായിരിക്കാം. പക്ഷേ അതോടുകൂടി അവരകത്തേക്ക് പോയി. വളരെ ബോറിനാണ് അയാൾ എന്നൊരു അഭിപ്രായമാണ് എൻ്റെ അച്ഛനും അമ്മയും അയാളെക്കുറിച്ച് പിന്നീട് രേഖപ്പെടുത്തിയത്. ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എങ്ങനെ പെരുമാറണമെന്ന് പോലും പലർക്കും അറിയില്ല. ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ പെരുമാറണമെന്നറിയില്ല. അപ്പൊ ഈ പെരുമാറ്റമെല്ലാം വളരെ പ്രധാനമാണ്. ഇതിൽ വളരെ പ്രധാനമായ ഒരു കാര്യമാണ് ആചാര്യൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. നിങ്ങൾ മറ്റൊരാളെ മനസ്സിലാക്കുവാനോ കേൾക്കുവാനോ ശ്രമിക്കുമ്പോൾ നിങ്ങൾ പൂർണ്ണ നിശബ്ദനായിരിക്കണം. ശ്രദ്ധാപൂർവം അയാളെ കേൾക്കണം.
അയാൾ പറയുന്ന വാക്കുകളെ വളരെ ഗൗരവത്തോടുകൂടി വ്യത്യസ്ത ഭാവങ്ങളോടുകൂടി നമ്മൾ ഉൾക്കൊള്ളണം. ഒരാൾ പറയുന്നത് ദുഃഖകരമായ കാര്യങ്ങളാണ് എങ്കിൽ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? ഒരിക്കലും പാടില്ല. ഒരാൾ പറയുന്ന കാര്യങ്ങൾ തമാശ നിറഞ്ഞതാണ് എങ്കിൽ നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കാൻ പാടുണ്ടോ? പാടില്ല. അപ്പൊ നിങ്ങൾ ഒരാളെ കൃത്യമായിട്ട് നമ്മൾ ഒരാളെ ശ്രദ്ധിക്കുന്നുവെങ്കിൽ അയാൾ പറയുന്ന വിചാരങ്ങൾക്കനുസരിച്ച് നമ്മുടെ മുഖത്തും അതിന്റെ ഭാവങ്ങൾ ഉണ്ടാകുന്നു, നമ്മുടെ ആക്ഷൻ എല്ലാം അതിനനുസൃതമായിട്ട് നിലകൊള്ളുന്നു. അപ്പോൾ സംസാരിക്കുന്ന ആൾക്ക് നമ്മളോട് അങ്ങേയറ്റത്തെ മതിപ്പ് തോന്നുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരാളെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് ബോധ്യമുണ്ടാകണം, ഈ വ്യക്തി എന്നെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അയാൾ മനസ്സ് തുറന്ന് അയാളുടെ വിഷമതകൾ നമ്മളോട് പറയും. ആ വിഷമതകൾക്ക് ബുദ്ധിപൂർവവും യുക്തിപൂർവമായ പരിഹാരം നിർണയിച്ചു കൊടുക്കുവാനും നമുക്ക് കഴിയും. അപ്പൊ ഈ സന്ദർഭങ്ങളെല്ലാം നമ്മൾ ഓർത്തിരിക്കണം. 10 സന്ദർഭങ്ങളിലാണ് നാം നിശബ്ദത പാലിക്കേണ്ടത്. വിഡ്ഢികളുടെ മുന്നിൽ നിശബ്ദത വേണം, അങ്ങേയറ്റം ദേഷ്യം വരുമ്പോൾ നിശബ്ദത വേണം, അപവാദ പ്രചരണങ്ങളാൽ ചുറ്റപ്പെടുമ്പോൾ നിശബ്ദത വേണം, ധാർഷ്ട്യമുള്ള വ്യക്തികളുമായി ഇടപെടുമ്പോൾ നിശബ്ദത ആവശ്യമുണ്ട്, ക്രൂരന്മാരുടെ വരിയിൽ നാം അങ്ങേയറ്റം നിശബ്ദരായിരിക്കണം, സ്വേച്ഛാധിപതികളുടെ മുന്നിൽ നിശബ്ദരായിരിക്കണം, മദ്യപിച്ച് ലക്കുകെട്ട് ഒന്നും ബോധമില്ലാത്തവന്റെ മുന്നിൽ നാം നിശബ്ദരായിരിക്കണം, ദുഃഖാധിക്യമുള്ളപ്പോൾ നമ്മൾ അലട്ടുന്ന ഒരുപാട് ദുഃഖത്താൽ ശോകമൂകമായ മനസ്സുള്ളപ്പോൾ നമ്മൾ നിശബ്ദത പാലിക്കണം, പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോഴും നിശബ്ദത പാലിക്കുക. അപ്പൊ നിശബ്ദത പലതിനും മറുപടിയാണ്. മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറയുന്നത് അപമാനങ്ങളെ നിശബ്ദം സഹിക്കുക എന്ന അർത്ഥത്തിലല്ല, അപമാനങ്ങളോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്നൊക്കെ നമുക്ക് ചാണക്യന്റെ നീതിശാസ്ത്രത്തിലൂടെ പിന്നീട് മനസ്സിലാക്കാം. നന്ദി, നമസ്കാരം, വന്ദേ മാതരം.